ഹാ, ഒരു മനുഷ്യജീവിയുടെ എന്തൊരു സാധാരണമായ പെരുമാറ്റമാണിത്. ഇതെല്ലാമായിട്ടും ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൈകേയി, നിന്റെ ബുദ്ധിശൂന്യമായ ചിന്ത മാറ്റൂ. രാമൻ എന്റെ ഒരൊറ്റ വാക്കിനുപോലും പകരം പറയുകയില്ല. ഈ സംഭവങ്ങളുടെ ഒരു വെറും വിവരണം മതി അവൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറാവും. എന്താണെന്നെ കാട്ടിലേക്ക് അയക്കാൻ ഇത്ര ഉത്കണ്ഠ എന്നുപോലും അവൻ ചോദിക്കുകയുമില്ല. അങ്ങനെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഗുണങ്ങളുള്ളവനാണ് രാമൻ. എന്തിന് രാമനെപ്പറ്റി മാത്രം അനുസരിക്കാതിരിക്കുകയില്ല? നിന്റെ പദ്ധതിയെപ്പറ്റി കേട്ടാൽ ഭരതൻ വെറുപ്പാകും. നീ അവന്റെ അമ്മയാണെന്ന വസ്തുത പോലും അവൻ മനഃപൂർവ്വം അവഗണിക്കും. നിന്നോട് നിന്ദ്യമായി പെരുമാറുകയും ചെയ്യും. ഏതു തീവ്രമായ നടപടിക്കും അവൻ തയ്യാറായേക്കും. രാമൻ അവന്റെ ജീവനാണ്. അവന്റെ പഞ്ചപ്രാണവായുക്കളും രാമൻ തന്നെയാണ്. നിന്റെ ഈ അരുമയായ ആഗ്രഹം പരാജയപ്പെടുത്തുന്നതിനായി അവൻ എന്തെങ്കിലും ചെയ്തേക്കും. ഭരതൻ കാട്ടിൽ പോയേക്കും. രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തേക്കും. അവൻ ഇത്തരം നന്മയും ആർജവവുമുള്ളവനാണ്. ഞാൻ നിന്റെ കുടിലമായ ബുദ്ധിയെപ്പറ്റി അത്ഭുതപ്പെടുകയാണ്. വൈകല്യമുള്ള നിന്റെ ബുദ്ധിക്ക് ഭരതന്റെ മനസ്സിനെ സംബന്ധിച്ച് ഒന്നും അറിയില്ല. കൈകേയി, ദുഷ്ടമായ പദ്ധതികൾ ആത്മനശീകരണത്തിന്റെ മുന്നോടികളാണ് എന്ന് ബഹുഭൂരിപക്ഷവും. ഓർമ്മിച്ചോളൂ, നിന്റെ നാശത്തിന്റെ ഭാവിസൂചന തന്നുകൊണ്ട് ഈ പദ്ധതി നിന്റെ തലയിൽ കടന്നത്. ഒരിക്കലും തുടച്ചുമാറ്റാൻ സാധിക്കാത്ത കളങ്കമാണ് നീ ഇക്ഷ്വാകുരാജവംശത്തിന്മേൽ വരുത്തുന്നത്. നീ അനേകം പേരെ ദുഃഖത്തിന്റെ അമേയമായ ആഘാതതയിലേക്ക് തള്ളിവീഴ്ത്തുകയാണ്. നീ അവരുടെ അവസാനവും വരുത്തുകയാണ്. ഈ അതിക്രൂരമായ ആഗ്രഹത്തിനുവേണ്ടി എത്രയും ആളുകളുടെ ജീവനെ ദ്രോഹിക്കാൻ കഴിയുമോ? ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്തൊരു സുഖമാണ് നിനക്ക് ലഭിക്കുക? ലക്ഷ്യം സാധിച്ചാൽ തന്നെ നിനക്കത് ആനന്ദകരമായിരിക്കുമോ? ഹാ, ലജ്ജാവഹം! അന്യ നിനക്ക് അങ്ങനെ വിളിക്കുവാൻ കഴിയുമോ? ഹാ, ലജ്ജാവഹം! അന്യരുടെ ദുഃഖങ്ങളിൽ അമിതമായ ആഹ്ലാദം കൊള്ളുന്നവർ വാസ്തവ എത്തിലേറ്റവും കരുത്തിരുന്ന വർണ്ണമുള്ള പാപികളാണ്. രാക്ഷസീയമായ രക്തമുള്ളവരാണ്. അന്യർക്ക് ആനന്ദമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നവർ, മറ്റുള്ളവർ സുഖികളും സന്തുഷ്ടരുമാവണമെന്നാഗ്രഹിക്കുന്നവർ, അവർ പുണ്യാത്മാക്കളാണ്. നീയൊരു രാജ്ഞിയാണ്. നീയൊരു രാജകുടുംബത്തിൽ പിറന്ന രാജകുമാരിയാണ്. പ്രാഥമികമായ ഈ സത്യത്തിന്റെ ബോധം പോലും നിനക്കില്ല. നീ രാജകീയ രക്തത്തിന് അപമാനമാണ്. ഒരു അവസാന വാക്ക്. രാമൻ എക്സന്റെ ജീവനാണ്. അവനെക്കൂടാതെ എനിക്ക് ജീവിതത്തോട് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല തന്നെ. അവൻ നിന്നെ നിരാശപ്പെടുത്തുകയില്ല. അതുകൊണ്ട് എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ കൊണ്ട് ഞാൻ അവനോട് കാട്ടിൽ പോകാൻ കൽപ്പിക്കുകയില്ലെങ്കിലും എന്റെ സത്യത്തെയും നിന്റെ ആഗ്രഹത്തെയും പറ്റി കേട്ടാൽ എന്റെ വാക്കു പാലിക്കുന്നതിനുവേണ്ടി സ്വയം തന്നെ അവിടേക്ക് പോയേക്കും. രാമൻ വാദിക്കുകയില്ല, താമസിക്കുകയുമില്ല. ആ സംഭവത്തെ സംബന്ധിച്ച വാർത്ത അറിഞ്ഞ ഉടനെ ഞാൻ അവസാനശ്വാസം വലിക്കും. ലക്ഷ്മണനും സീതയും കൗസല്യയും ഒരുപക്ഷെ രാമനെ അനുഗമിക്കും. രാമനെ വിട്ട് കൗസല്യയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല. രാമന്റെ കാലടിപ്പാടുകളിൽ കൂടിയല്ലാതെ ലക്ഷ്മണന് നടക്കാനാവില്ല. ഊർമിളയും ലക്ഷ്മണന്റെ കൂടെ കാട്ടിൽ പോയേക്കും. അങ്ങനെ ഇവിടെ ആരുമുണ്ടായിരിക്കുകയില്ല. ഈ ശരീരത്തിന്റെ ശേഷക്രിയ ചെയ്യാൻ കേകയ രാജ്യത്തുനിന്നും ഭരതശത്രുഘ്നന്മാരെ ഇവിടെ കിട്ടാൻ ദിവസങ്ങൾ പിടിക്കും. അതുവരെ ഈ ശരീരം ശേഷക്രിയയെ സംബന്ധിച്ച ചടങ്ങുകളൊന്നുമില്ലാതെ കിടക്കേണ്ടിവരും. ഒരുപക്ഷേ ദുഷ്ടതയുടെ ഇത്രയും അധപ്പതിച്ച നിലയിലേക്ക് താഴ്ന്നുകൊണ്ട് ജനങ്ങൾ എനിക്കെതിരായി തിരിഞ്ഞ് എന്റെ ജഡം വേണ്ടവിധം ഭംഗിയായി മറവു ചെയ്യാൻ അർഹമല്ലാത്തതിനാൽ കാക്കകൾക്കും കഴുകന്മാർക്കും ആഹാരമായി എറിഞ്ഞുകൊടുക്കുവാൻ വിധിച്ചേക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷേ എന്റെ പ്രജകൾ ഭരതന്റെ ആഗമനം വരെ ജഡം ഏതെങ്കിലും മാർഗ്ഗത്തിൽ സുരക്ഷിതമായി സൂക്ഷിച്ച് കാത്തുനിന്നേക്കാം. ഭരതൻ ഒരിക്കലും സിംഹാസനം സ്വീകരിക്കാനോ രാജാവാകാനോ സമ്മതിക്കുകയില്ല. ആ പരിതസ്ഥിതിയിൽ ഈ ശരീരം തൊടാനോ ശവസംസ്കാരകർമ്മങ്ങൾ ചെയ്യാനോ അവന് അവകാശമുണ്ടാവുകയില്ല. വരൂ, ചുരുങ്ങിയത് അവനെക്കൊണ്ട് എന്റെ സംസ്കാരകർമ്മങ്ങൾ ചെയ്യിക്കാമെന്ന് പറയൂ. അദ്ദേഹം അപേക്ഷിച്ചു. നീ അതിനു തീർച്ചയായും തയ്യാറായിരിക്കുമെന്ന് എനിക്കപ്പുറമുണ്ട്. അതിനാൽ എന്നോടങ്ങനെ പ്രതിജ്ഞ ചെയ്യൂ. കാരണം ഒരു വിധവയ്ക്ക് കിട്ടാവുന്ന ആനന്ദത്തിനു വേണ്ടിയാണല്ലോ നീ ശ്രമിക്കുന്നത്. നീ എന്നോടാണ് ആശിക്കുന്നത്. ഹേ ദുഷ്ടയായ അനലിപ്പാവേ, ഒടുവിൽ നീ രാക്ഷസിയായി മാറിയിരിക്കുകയാണ്. നീ അടിയിൽ നിന്നും മണ്ണ് മാന്തിക്കളഞ്ഞ് രാജവംശമായ ഈ രഘുകുലത്തെ കുഴിച്ചിടുകയാണോ? നിന്റെ അടിസ്ഥാന പ്രകൃതിയുടെ മേലോട്ടുള്ള ഇരച്ചുകയറ്റമാണോ ഇത്? അല്ലെങ്കിൽ ഇങ്ങനെ അസാധാരണമായ വിധം നിന്റെ ഇച്ഛയ്ക്കെതിരായി പ്രവർത്തിക്കാൻ ഒരു ശാവനെപ്പോലെ നിന്റെ ചിന്തകളെ പിന്തുടർന്ന് നിന്നെ പ്രേരിപ്പിക്കുന്ന നിഗൂഢമായ വല്ല ദിവ്യവഴിയുമാണോ ഇത്? ആ രഹസ്യം നിർണയിക്ക എന്റെ ശക്തിക്കതീതമാണ്. അല്ലെങ്കിൽ ഏതോ ദിവ്യമായ ഒരു നിഗൂഢശക്തി നിന്റെ ചിന്തകളെ അത്രമേൽ സ്വാധീനിച്ച് നിന്നെ നിന്റെ ഇച്ഛയ്ക്ക് വിപരീതമായി ഇത്തരമൊരു അസാധാരണ രീതിയിൽ പ്രവർത്തിപ്പിക്കുകയായിരിക്കുമോ?
ദശരഥൻ മനസ്സിലിങ്ങനെ കഠിനവേദന അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രി 3-ാം യാമത്തിലേക്ക് കടന്നു. ഏതോ മാരകമായ വ്യാധിയുടെ ഫലമായുണ്ടായ തീവ്രവേദന അനുഭവിക്കുന്ന മനുഷ്യനെപ്പോലെ അദ്ദേഹം ഞരങ്ങി. അദ്ദേഹം പ്രാണവേദനയുടെ ചുരുളുകളിൽ പെട്ടുപോയി. ദശരഥൻ കൈകേയിയുടെ സ്നേഹം നേടാനും രാമന്റെ അഭിഷേകകാര്യം അവളെക്കൊണ്ട് സ്വീകരിപ്പിക്കാനും അങ്ങേയറ്റം ശ്രമിച്ചു. അദ്ദേഹം തേൻമൊഴികളാൽ അവളെ സ്തുതിക്കാൻ തുടങ്ങി. രാജനി, നീ ശുഭത്തിന്റെയും ക്ഷേമത്തിന്റെയും മൂർത്തിമൽഭാവമാണ്. എന്റെ ശ്വാസം പോലെ ഞാനിതുവരെ നിന്നോട് പെരുമാറി. നീ എന്റെ ഹൃദയമാണ്. ഞാനെന്ന പോലെ എന്നെ രക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തു. വരൂ, നമുക്കിനിയുള്ള ജീവിതകാലം നമ്മൾ തമ്മിലുള്ള അഭിപ്രായവ്യത്യാസങ്ങളെ സംബന്ധിച്ചുള്ള അപവാദങ്ങൾക്കിട കൊടുക്കാതെ ചെലവഴിക്കുക. നമ്മൾ സമാധാനപൂർണരായി സുഖവും സന്തോഷവുമുള്ളവരാകുക. ഓ മനോഹരിയായ രാജകുമാരി, ഞാനിനി അധികകാലമൊന്നും ജീവിക്കില്ല. എന്റെ ജീവിതകാലം അതുനീളം ഞാൻ സത്യത്തെ അചഞ്ചലമായി അവലംബിക്കുന്നയാളാണെന്ന പ്രശസ്തി നേടിയിട്ടുണ്ട്. അതുകാരണം സർവരും എന്നെ ആദരിച്ചു. പൗരമഹായോഗത്തിൽ ഞാൻ നാളെ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നതാണെന്ന് സത്യം ചെയ്തിട്ടുണ്ട്. ആ കർമ്മം നാളെ നടന്നില്ലെങ്കിൽ എന്റെ പ്രജകൾ എന്നെ എത്രമാത്രം നിന്ദിക്കും എന്നാലോചിച്ചു നോക്കൂ. അവർ എന്നെ എത്രമാത്രം അപമാനിക്കുമെന്നും ചിന്തിക്കൂ. നീ അന്ന് ദേവാസുരയുദ്ധം നടന്നിരുന്ന ആ ദിവസം എന്നെ രക്ഷിച്ചു. ഇപ്പോൾ അതിനേക്കാൾ ഭീകരമായ സംഭവം എന്നെ ഭീഷണിപ്പെടുത്തുമ്പോൾ നീ എന്നെ ഉപേക്ഷിക്കുകയാണോ? ഇത് ന്യായമല്ല. ശരിയല്ല. ശരി, ഈ രാജ്യം മുഴുവനും സ്ത്രീധനമായി ഞാൻ നിനക്ക് തരാം. നീ തന്നെ നാളെ രാമന്റെ അഭിഷേകം നടത്തൂ. നീ അങ്ങനെ ചെയ്യുമെങ്കിൽ ഭരതനും വളരെ സന്തുഷ്ടനാകും. അവൻ മാത്രമല്ല, മന്ത്രിമാർ, മഹർഷിമാർ, ഗുരുജനങ്ങള്, പണ്ഡിതന്മാർ, സാധാരണ പൗരന്മാർ എന്തിന്, ജനങ്ങൾ മുഴുവനും അതിനുവേണ്ടി നിന്നെ വിലമതിക്കുകയും അഭിനന്ദിക്കുകയും നിന്നോട് കൃതജ്ഞത പ്രദർശിപ്പിക്കുകയും ചെയ്യും. നിന്റെ കീർത്തി ഈ ഭൂമിയിൽ ആചന്ദ്രതാരം നിലനിൽക്കും. നേരെമറിച്ച് നീ രാമാഭിഷേകത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ മുഴുവൻ ലോകവും നിന്നെ ശാസിക്കുകയും കുറ്റക്കാരിയെന്ന് വിളിക്കുകയും ചെയ്യും. നിന്റെ പുത്രൻ പോലും നിന്നെ കുറ്റം പറയുകയും ചെയ്യും. നീയുമായി ശണ്ഠ കൂടുകയും ചെയ്യും. നിന്റെ ക്രൂരമായ വിചിത്രഭാവന നിനക്ക് നാശം വരുത്തും. കൂടാതെ ഈ രാജവംശത്തെ എന്നെ നാണക്കേടിൽ മുക്കിക്കളയുകയും ചെയ്യും. നാട്ടിൽ ഏറ്റവും എളിയവർ പോലും നിന്റെ നേരെ വലിച്ചെറിയുന്ന ഛീ കഷ്ടം എന്ന നാണം കെട്ട ആക്ഷേപത്തിന് നീ ശരവ്യയുമായിത്തീരും. ഇക്കാര്യം പര്യാലോചിക്കൂ. അനശ്വരമായ യശസ്സ് സമ്പാദിക്കൂ. അഭിഷേകം തടയാനുള്ള തന്ത്രം നിർത്തൂ. നാളെ രാമനെ നീ നിന്റെ കൈകൊണ്ടുതന്നെ അഭിഷേകം ചെയ്യൂ. മഹാമനസ്കതയോടുകൂടിയ ഈ പ്രവർത്തനത്തിൽ നിന്ന് അവൾക്കുണ്ടാകാവുന്ന ആനന്ദത്തെ കലാകുശലതയോടെ കോർത്തിണക്കപ്പെട്ട മധുരവും വശീകരണസമർത്ഥവുമായ സമുചിത പദങ്ങളിൽ ദശരഥൻ വർണ്ണിച്ചു. അവൾ തന്നെ അനന്തരാവകാശിയെ കിരീടധാരണം ചെയ്യിക്കുക എന്ന പ്രത്യാശയ്ക്കൂടി അവളെ അതിഹർഷത്താൽ പരവശപ്പെടുത്താമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ കൈകേയി വഴങ്ങിയില്ല. അവർ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ വാക്കുകൾ കേവലം അസാധാരണവും അർത്ഥശൂന്യവുമായി എനിക്ക് തോന്നുന്നു. അന്ന് ചെയ്ത സത്യത്തിൽ നിന്നും പിന്നോക്കം പോകുവാനാണ് അങ്ങ് ശ്രമിക്കുന്നത്. അങ്ങയുടെ പാപത്തിനൊരാവരണമായി അങ്ങ് മനക്ക അഭിഷേകം ചെയ്യുന്നതാണെന്ന് സത്യം ചെയ്തിട്ടുണ്ട്. ആ കർമ്മം നാളെ നടന്നില്ലെങ്കിൽ എന്റെ പ്രജകൾ എന്നെ എത്രമാത്രം നിന്ദിക്കും എന്നാലോചിച്ചു നോക്കൂ. അവർ എന്നെ എത്രമാത്രം അപമാനിക്കുമെന്നും ചിന്തിക്കൂ. നീ അന്ന് ദേവാസുരയുദ്ധം നടന്നിരുന്ന ആ ദിവസം എന്നെ രക്ഷിച്ചു. ഇപ്പോൾ അതിനേക്കാൾ ഭീകരമായ സംഭവം എന്നെ ഭീഷണിപ്പെടുത്തുമ്പോൾ നീ എന്നെ ഉപേക്ഷിക്കുകയാണോ? ഇത് ന്യായമല്ല. ശരിയല്ല. ശരി, ഈ രാജ്യം മുഴുവനും സ്ത്രീധനമായി ഞാൻ നിനക്ക് തരാം. നീ തന്നെ നാളെ രാമന്റെ അഭിഷേകം നടത്തൂ. നീ അങ്ങനെ ചെയ്യുമെങ്കിൽ ഭരതനും വളരെ സന്തുഷ്ടനാകും. അവൻ മാത്രമല്ല, മന്ത്രിമാർ, മഹർഷിമാർ, ഗുരുജനങ്ങള്, പണ്ഡിതന്മാർ, സാധാരണ പൗരന്മാർ എന്തിന്, ജനങ്ങൾ മുഴുവനും അതിനുവേണ്ടി നിന്നെ വിലമതിക്കുകയും അഭിനന്ദിക്കുകയും നിന്നോട് കൃതജ്ഞത പ്രദർശിപ്പിക്കുകയും ചെയ്യും. നിന്റെ കീർത്തി ഈ ഭൂമിയിൽ ആചന്ദ്രതാരം നിലനിൽക്കും. നേരെമറിച്ച് നീ രാമാഭിഷേകത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ മുഴുവൻ ലോകവും നിന്നെ ശാസിക്കുകയും കുറ്റക്കാരിയെന്ന് വിളിക്കുകയും ചെയ്യും. നിന്റെ പുത്രൻ പോലും നിന്നെ കുറ്റം പറയുകയും ചെയ്യും. നീയുമായി ശണ്ഠ കൂടുകയും ചെയ്യും. നിന്റെ ക്രൂരമായ വിചിത്രഭാവന നിനക്ക് നാശം വരുത്തും. കൂടാതെ ഈ രാജവംശത്തെ എന്നെ നാണക്കേടിൽ മുക്കിക്കളയുകയും ചെയ്യും. നാട്ടിൽ ഏറ്റവും എളിയവർ പോലും നിന്റെ നേരെ വലിച്ചെറിയുന്ന ഛീ കഷ്ടം എന്ന നാണം കെട്ട ആക്ഷേപത്തിന് നീ ശരവ്യയുമായിത്തീരും. ഇക്കാര്യം പര്യാലോചിക്കൂ. അനശ്വരമായ യശസ്സ് സമ്പാദിക്കൂ. അഭിഷേകം തടയാനുള്ള തന്ത്രം നിർത്തൂ. നാളെ രാമനെ നീ നിന്റെ കൈകൊണ്ടുതന്നെ അഭിഷേകം ചെയ്യൂ. മഹാമനസ്കതയോടുകൂടിയ ഈ പ്രവർത്തനത്തിൽ നിന്ന് അവൾക്കുണ്ടാകാവുന്ന ആനന്ദത്തെ കലാകുശലതയോടെ കോർത്തിണക്കപ്പെട്ട മധുരവും വശീകരണസമർത്ഥവുമായ സമുചിത പദങ്ങളിൽ ദശരഥൻ വർണ്ണിച്ചു.
അവൾ തന്നെ അനന്തരാവകാശിയെ കിരീടധാരണം ചെയ്യിക്കുക എന്ന പ്രത്യാശയ്ക്കൂടി അവളെ അതിഹർഷത്താൽ പരവശപ്പെടുത്താമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ കൈകേയി വഴങ്ങിയില്ല. അവർ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ വാക്കുകൾ കേവലം അസാധാരണവും അർത്ഥശൂന്യവുമായി എനിക്ക് തോന്നുന്നു. അന്ന് ചെയ്ത സത്യത്തിൽ നിന്നും പിന്നോക്കം പോകുവാനാണ് അങ്ങ് ശ്രമിക്കുന്നത്. അങ്ങയുടെ പാപത്തിനൊരാവരണമായി അങ്ങ് രുന്ന നുലീശകളാണ് നൽകുന്നത്. ഇല്ല, ഈദൃശങ്ങളായ 1000 സൂത്രങ്ങൾ എന്റെ നിലപാട് മാറ്റുവാൻ പ്രേരകമാകില്ല. അങ്ങുതന്നെ എന്നോടാവശ്യപ്പെട്ടു, നിനക്കാഗ്രഹമുള്ള വരങ്ങൾ ചോദിക്കൂ. ഞാനങ്ങ് പ്രദർശിപ്പിക്കുന്നത് ദീർഘശ്വാസങ്ങളുടെയും തരക്കേടുകളുടെയും വിശേഷപ്പെട്ടൊരു കലയാണ്. ഇത് അങ്ങേക്ക് യോജിച്ചതല്ല. സ്വന്തം പ്രവർത്തനം കൊണ്ട് അങ്ങയെത്തന്നെ യോജിപ്പുള്ളതായും നശിപ്പിക്കുകയാണ്. ധർമ്മത്തിന്റെ ആചാര്യന്മാരവർ പറഞ്ഞിട്ടുള്ളത് ഓർക്കുക. സത്യാനാസ്തി പരോധർമ്മ. ഞാനും ധർമ്മത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രതിജ്ഞപ്രകാരമുള്ള വരങ്ങൾ ആവശ്യപ്പെടുന്നത്. ധർമ്മത്തെ അവലംബിക്കുന്ന ഒരാൾക്ക് യോജിച്ച മാതിരി അങ്ങ് സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി, അവ നൽകപ്പെടും. എന്നിട്ടും ഞാൻ അങ്ങയെ അധർമ്മത്തിലേക്ക് തള്ളിവിടുകയാണെന്നും അക്ഷന്ത്യവുമായ മഹാപാപം ചെയ്യാനാണ് ഒരുങ്ങിയിരിക്കുന്നതെന്നും അങ്ങേക്ക് അനശ്വരമായ ദുഷ്കീർത്തി വരുത്തിക്കൂട്ടുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മറ്റുമുള്ള ആരോപണങ്ങൾ എന്റെ പേരിലും നയിക്കുവാൻ അങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും അനുചിതമാണ്, തീരെ ന്യായീകരിക്കത്തക്കതുമല്ല. ഈ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയാണ് ഞാൻ. ഭൂതമോ ഭാവിയോ ഒന്നും ചിന്തിക്കാതെ അങ്ങ് ഗൗരവപൂർണമായ ഒരു പ്രതിജ്ഞ ചെയ്തു. ആ പ്രതിജ്ഞ പ്രായോഗികതയിലേക്ക് വരുത്തേണ്ട ഘട്ടത്തിൽ അങ്ങ് പെട്ടെന്ന് കുഴപ്പത്തിലാകുന്നു. നിരാശ കൊണ്ട് സാഹസികനാവുന്നു. കുറ്റം അങ്ങയുടേതാണ്, എന്റെയല്ല. പ്രതിജ്ഞ ചെയ്യുകയും അതുപ്രകാരം പ്രവർത്തിക്കുവാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നവർ കുടുംബാഭികളാണ്. പ്രതിജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കൂ. അപ്പോൾ അങ്ങ് നിലനിർത്തിയ സത്യം തന്നെ അതുമായി ബന്ധപ്പെട്ട പാപമുണ്ടെങ്കിൽ അതിനെ കഴുകിക്കളയൂ. അങ്ങോർക്കുന്നില്ലേ, കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പ്രാവിനെ പിന്തുടർന്നിരുന്ന കഴുകനോട് ചെയ്ത വാഗ്ദത്തം പരിപാലിക്കുന്നതിനായി ആ കഴുകൻ ശിബി ചക്രവർത്തി തന്റെ ശരീരത്തിൽ നിന്നും മാംസം അരിഞ്ഞരിഞ്ഞു ഭക്ഷണമായി കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ അലാർക്ക ചക്രവർത്തി തന്നോടെന്തു ചോദിക്കുന്നുവോ അതു ദാനം ചെയ്യുന്നതാണെന്ന് വാഗ്ദത്തം ചെയ്തു. അതുല്യ ഗാംഭീര്യമുള്ള ആളായിരുന്നു അദ്ദേഹം. വാക്കു പാലിക്കുന്നതിനുവേണ്ടി ഒരു ബ്രാഹ്മണന് തന്റെ 2 കണ്ണും ചൂഴ്ന്നെടുത്തു കൊടുക്കുകയുണ്ടായി. സമുദ്രത്തെ നോക്കൂ, അത് സരിത്പതിയാണ്. എന്നിട്ടും പ്രതിജ്ഞയാൽ ബന്ധിതനായി അത് തീരപ്രദേശങ്ങളെ അതിക്രമിക്കാതെ അവയ്ക്കിടയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. എന്തിനാണ് 1000 ഉദാഹരണങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നത്? എല്ലാ വസ്തുക്കൾക്കും എല്ലാ മനുഷ്യർക്കും സത്യമാണ് ഏറ്റവും ഉന്നതമായ പ്രമാണം. ഏറ്റവും ഉന്നതമായ ആദർശവും അതുതന്നെ. സത്യം ബ്രഹ്മമാണ്. സത്യമാണ് ആദ്യമുണ്ടായ ശബ്ദം. അത് ധർമ്മമാണ്. സത്യം മാത്രമാണ് ഒരു മാറ്റത്തിനും വിധേയമാവാത്തതും ന്യൂനീകരണം ഇല്ലാത്തതും. ബോധ്യശൂന്യരായ ചക്രവർത്തിമാർ നശ്വരവസ്തുക്കൾക്കുവേണ്ടി അനശ്വരവസ്തുക്കൾ കൈവിടുകയരുത്. അങ്ങ് ചെയ്ത വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക. എന്നിട്ട് എന്നും നിലനിൽക്കുന്ന യശസ്സും പ്രഭാവവും സുരക്ഷിതമാക്കുക. അതാണ് നിർവഹിക്കേണ്ട ശരിയായ കാര്യം. മകനോടുള്ള മായികമായ ബന്ധത്തിനോ സ്ത്രീകൾക്കുവേണ്ടിയുള്ള വഞ്ചനാപരമായ സഹാനുഭൂതിക്കോ വഴങ്ങതിരിക്കുക. രാഷ്ട്രീയമായ ആദർശത്തിന്റെയും രാജകീയമായ ബാധ്യതകളുടെയും ശാസനകളെ തള്ളിക്കളയാതിരിക്കുക. ഉദ്ധരിക്കാൻ സാധ്യമല്ലാത്ത അവമതികൊണ്ട് ഇക്ഷ്വാകുവംശത്തെ കളങ്കപ്പെടുത്തരുത്. മറ്റു പദ്ധതികളൊന്നും ആവിഷ്കരിക്കേണ്ട. രാമനെ വിളിച്ച് കാട്ടിൽ പോകാൻ പറയുക. ഭരതനെ ഇവിടെ വരുത്താനുള്ള ഒരുക്കങ്ങൾ ചെയ്യുക. ബന്ധപ്പെട്ട മന്ത്രിയോട് വിളംബമില്ലാതെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുക. നോക്കൂ, പൂർവാകാശം പ്രകാശിച്ചുടങ്ങുന്നു. ആ 2 വരങ്ങളും പ്രഭാതമാകുന്നതിനു മുമ്പേ എനിക്ക് ലഭിക്കണം. എത്ര ദീർഘമായി അങ്ങ് വാദിച്ചാലും ഈ 2 വരത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഞാൻ സംതൃപ്തയാവുകയില്ല. പ്രത്യുത അങ്ങ് വജ്രം പോലെ കഠിനമായി രാമന്റെ അഭിഷേകം പൂർത്തീകരിക്കുമെങ്കിൽ ജനനിബിഡമായ ആ മഹാസഭയ്ക്കു മുമ്പാകെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഉറച്ചിരിക്കുകയാണ്. ഇതെന്റെ പ്രതിജ്ഞയാണ്. ഇത് നടക്കുകയും ചെയ്യും. കൈകേയി അമർഷം കൊള്ളുന്നതും ആനയിടുന്നതും ക്രൂദ്ധയായി ഭയങ്കരിയായിത്തീരുന്നതും ദശരഥൻ വീക്ഷിച്ചു. ഉള്ളിൽ നിന്നും ഉയർന്നുവന്ന ക്രോധം പ്രദർശിപ്പിക്കാനോ അതടക്കി നിർത്താനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 3 അടി സ്ഥലം വാമനന് നൽകുമെന്ന് വാഗ്ദത്തം ചെയ്ത ബലിചക്രവർത്തിയെപ്പോലെയായി അദ്ദേഹം. മഹാബലിക്ക് പ്രതിജ്ഞ നിറവേറ്റാൻ കഴിയാത്ത ഒരവസ്ഥ നേരിട്ടു. കാരണം വാമനൻ ആദ്യത്തെ അടികൊണ്ടു ഭൂമിയും 2ാമത്തെ അടികൊണ്ടു ആകാശവും അളന്നിട്ട് തനിക്ക് ദാനം ചെയ്ത 3ാമത്തെ അടി അളക്കാനുള്ള സ്ഥലം ആവശ്യപ്പെട്ടു. ദശരഥൻ ധർമ്മനിയമങ്ങൾ തെറ്റി നടന്നാൽ വന്നുചേരുന്ന ദോഷത്തെ ഏറ്റവും ഭയപ്പെട്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ സംശയം കൊണ്ടും നിരാശ കൊണ്ടും അന്ധമായി. അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഭാരം കൂടി. അദ്ദേഹം നിന്നെടുത്തുനിന്ന് നിലംപതിച്ചു. അവസാനം പാപിഷ്ഠടേ, രാമന്റെ അഭിഷേകം തടഞ്ഞാൽ എന്റെ മരണം നിശ്ചയമാണ്.
അതിനുശേഷം വിധവയായി സ്വേച്ഛപോലെ നിനക്ക് ഈ രാജ്യം ഭരിക്കാം. ഈ അതിക്രമത്തിൽ തന്റെ ക്രോധം പ്രകടിപ്പിച്ചുകൊണ്ട് ദശരഥൻ ആക്രോശിച്ചു. ഹാ കഷ്ടം! രാമ, എന്റെ സ്വന്തം സമ്മതത്തോടുകൂടി നിന്നെ കാട്ടിലേക്കയക്കേണ്ടി വരികയെന്ന സ്ഥിതി വന്നോ? ഇല്ല, ഞാൻ നിന്നെ അയക്കുകയില്ല. അതിനേക്കാൾ കൂടുതൽ ഉചിതമായി ഞാൻ ചെയ്യുക എന്റെ ജീവൻ ത്യജിക്കുകയാണ്. നിന്നിൽ നിന്നും വിട്ട് ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. ഓ ദുഷ്ടയായ രാക്ഷസി, എന്റെ കോമളനും ആർദ്രഹൃദയനുമായ രാമനെ വൃക്ഷനിബിഡവും അന്ധകാരവുമായ കാട്ടിലേക്ക് അയക്കാനുള്ള പദ്ധതി പരിഗണിക്കാൻ നിന്റെ ഹൃദയത്തിനെങ്ങനെ കഴിഞ്ഞു? ഓ ഭയങ്കരിയായ ചണ്ഡി, നീയൊരു ഭീഷണസത്യമായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ വിലപിച്ച് ദശരഥൻ മൂർച്ചുവീണു. ഉടനെ ബോധം നശിക്കുകയും ചെയ്തു. പ്രകാശിച്ചുകൊണ്ടുവരുന്ന പ്രഭാതത്തിലേക്ക് രാത്രി ഉരുകിയില്ലാതാവുകയായിരുന്നു. രാജധാനിയിലെ കവാടത്തിൽ 9 സംഗീതോപകരണങ്ങൾ ആനന്ദത്തിന്റെ ദിനത്തെ വിളിച്ചറിയിച്ചു. പാതകളിൽ പനീർ വർഷം ആരംഭിച്ചു. സുഗന്ധം കൊണ്ടും ഉത്സവശബ്ദം കൊണ്ടും വായു കനത്തിരുന്നു. അന്തരീക്ഷത്തിൽ പ്രതീക്ഷയുടെയും ഉന്മേഷത്തിന്റെയും ചൈതന്യം അലയടിച്ചിരുന്നു. ആ ദിവസത്തിന്റെ ആധിപത്യമുള്ള നക്ഷത്രമെന്ന നിലയിൽ പുഷ്യനക്ഷത്രം ഉദിച്ചുവർന്നു. വസിഷ്ഠമഹർഷിയും ശിഷ്യന്മാരും പ്രഭാതസ്നാനം ചെയ്യുന്നതിനായി സരയൂ നദിയിൽ പോയി അഭിഷേകപ്രക്ഷാളത്തിനാവശ്യമായ പവിത്രജലവുമായി മടങ്ങി. അഭിഷേകത്തിന് ശേഖരിച്ചിരുന്ന പുണ്യവസ്തുക്കൾ കാണുന്നതിനായി പൗരജനങ്ങൾ ഒന്നിച്ചുകൂടി നിന്നിരുന്ന രാജവീഥിയിൽ കൂടി അദ്ദേഹം നടന്നു. കൊട്ടാരം, കാവൽക്കാർ മഹർഷിക്കും ശിഷ്യന്മാർക്കും വഴിയുണ്ടാക്കിക്കൊടുത്തു. ഒടുവിൽ അവർ അതിവിശിഷ്ടമായി അലങ്കൃതമായ പ്രധാനകവാടത്തിൽ കൂടി രാജധാനിയിലേക്ക് പ്രവേശിച്ചു. അത്രയും രാവിലെ തന്നെ രാജധാനിക്കുള്ളിലെ തുറന്ന സ്ഥലങ്ങൾ പുരോഹിതന്മാർ, സാമന്തരാജാക്കന്മാർ, ജനപ്രതിനിധികൾ, ഗുരുജനങ്ങൾ എന്നിവരെക്കൊണ്ട് നിറഞ്ഞുകഴിഞ്ഞിരുന്നു. അവർ തങ്ങൾക്കായി നീക്കിവെക്കപ്പെട്ട ഇരിപ്പിടങ്ങളിൽ സ്ഥിതി ചെയ്തു. രാജവീഥിയിൽ പണ്ഡിതന്മാർ നടന്നുകൊണ്ട് ചൊല്ലിയിരുന്ന വേദസൂക്തങ്ങളുടെ ശബ്ദം ആകാശത്തിൽ പ്രതിധ്വനിച്ചു. ഇതിനിടയിൽ വസിഷ്ഠൻ മന്ത്രി സുമന്ത്രരെ മാടിവിളിച്ചു പറഞ്ഞു, പോകൂ, അഭിഷേകത്തിനായി തീർച്ചപ്പെടുത്തിയ ശുഭമുഹൂർത്തം അടുത്തുവരുന്നു. പ്രാരംഭമായി പല കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതുണ്ട്. ചെന്ന് മഹാരാജാവിനെ അറിയിക്കൂ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. സുമന്ത്രർ അഭിഷേകവിഘ്നം അറിയുന്നു. വൃദ്ധനും വിശ്വസ്തനുമായ സുമന്ത്രർക്ക് രാജധാനിയിലെ ഏത് അന്തർഗൃഹങ്ങളിലേക്കും പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ചക്രവർത്തിയെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം കൈകേയിയുടെ കൊട്ടാരത്തിലേക്കാണ് പോയത്. രാജകീയമായ ശൈനിയങ്ങളുണ്ടായിരുന്ന തലത്തിലേക്ക് സുമന്ത്രർ കടന്നപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. ചക്രവർത്തി നിലത്തു വീണു കിടക്കുന്നു. അദ്ദേഹം അത്ഭുതസ്തബ്ധനായി. തന്റെ ദൃഷ്ടികൾ ശരിയാണോ എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് നിൽപ്പുറയ്ക്കാതെയായി. രാജാവിന്റെ സമീപം ചെന്നു പറഞ്ഞു, മഹാരാജൻ, ഈ പ്രഭാതകൊണ്ടിലകിയ ചന്ദ്രോദയത്തിൽ കടലെന്ന പോലെ ഹർഷോന്മാദം ആളായിട്ടാണ് കാണേണ്ടത്. അങ്ങിങ്ങനെ തളർന്നു കിടക്കുന്നതിന്റെ കാരണമെന്താണ്? അഭിഷേകമുഹൂർത്തം ആസന്നമായിരിക്കുന്നു. മഹർഷിമാർ അവരുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനായി അങ്ങയെയും പ്രതീക്ഷിച്ചുകൊണ്ട് ആഘോഷശാലയിലിരിക്കുകയാണ്. വേഗം എഴുന്നേൽക്കൂ. രാജകീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് രാജാധിരാജ പ്രഭാവം ദ്യോതിപ്പിക്കും വിധം രാജ്ഞിമാരോടൊപ്പം ആഘോഷശാലയിലേക്ക് ആഗമിച്ചാലും. വസിഷ്ഠന്റെ അടുത്തേക്ക് ആനയിക്കാൻ അങ്ങ് സിംഹാസനം. മന്ത്രിയുടെ വാക്കുകൾ കേട്ട് ദശരഥൻ ദുഃഖം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉച്ചത്തിൽ വിലപിച്ചു. കരച്ചിലുകൾക്കിടയിൽ സുമന്ത്രരോടിങ്ങനെ പറഞ്ഞു, സുമന്ത്രരെ, നിങ്ങളുടെ മുഖസ്തുതി എന്റെ ഹൃദയത്തെ പിളർക്കുന്നു. സുമന്ത്രർക്ക് ഒരിടി മുന്നോട്ട് വയ്ക്കാനോ ഒരിടി പിന്നോട്ടു പോകാനോ കഴിഞ്ഞില്ല. മന്ത്രി നിന്നടത്തുതന്നെ നിശ്ചലം നിന്നുപോയി. അദ്ദേഹം കൈകൂപ്പിക്കൊണ്ടന്വേഷിച്ചു, മഹാരാജാവേ, എന്തു സംഭവിച്ചു? ആനന്ദത്താൽ നിമഗ്നനാകേണ്ട ഈ ഘട്ടത്തിൽ ഈ സങ്കടം എന്തിന്? ഈ ദയനീയമായ വിലാപത്തിന്റെ കാരണമെന്ത്? എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. സുമന്ത്രർ വ്യസനത്തിലാണ്ട് നിരാശനായി നിൽക്കുന്നത് കണ്ടപ്പോൾ കൈകേയി ഇടപെട്ടു. ഓ മന്ത്രി സത്തമ, ചക്രവർത്തി രാമനെ സംബന്ധിച്ച ഉത്കണ്ഠ മൂലം രാത്രി മുഴുവൻ നിർനിദ്രനായിട്ടാണ് കഴിച്ചുകൂട്ടിയത്. പെട്ടെന്ന് പോയി രാമനെ താങ്കളോടൊപ്പം ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഈ രഹസ്യം വെളിപ്പെടും. ഞാൻ താങ്കളെ അറിയിക്കുകയാണ്. എന്നെ തെറ്റിദ്ധരിക്കരുത്. രാമനെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ. ചക്രവർത്തിനിയുടെ ആജ്ഞയെന്ന നിലയ്ക്ക് കൈകേയിയുടെ നിർദ്ദേശം സ്വീകരിച്ച് സുമന്ത്രർ അതിവേഗം രാമന്റെ കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിന്റെ പ്രവേശനദ്വാരത്തിന് ഇരുവശവും ആശ്രിതന്മാരുടെയും പരിചാരകന്മാരുടെയും നീണ്ട നിരകൾ കാണപ്പെട്ടു. പട്ട്, കസവുപട്ട്, ആഭരണങ്ങൾ, രത്നങ്ങൾ, മാലകൾ, പൂച്ചെണ്ടുകൾ, സുഗന്ധവസ്തുക്കൾ, മധുരപലഹാരങ്ങൾ എന്നിവ വലിയ താലങ്ങളിലാക്കി അവർ അവിടെ കൊണ്ടുപോവുകയായിരുന്നു. അത് കണ്ണിനു മനോഹരമായ കാഴ്ചയായിരുന്നു. പക്ഷേ സുമന്ത്രർ അതിലൊന്നും കണ്ണുടിച്ചതേയില്ല. അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ ഈ ഉത്സവാന്തരീക്ഷത്തിലെല്ലാം എന്തോ വിലപ്പെട്ട വസ്തുവിന്റെ അഭാവമുണ്ടെന്ന് അദ്ദേഹത്തിനു തോന്നി. അദ്ദേഹം ആകുലനും ഇതികർമ്മവ്യഥാതുരനുമായി.
അല്പനിമിഷങ്ങൾക്കു മുമ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആനന്ദം ദുഃഖത്തിലാണ്ടുപോയി. രാമന്റെ കൊട്ടാരത്തിലേക്ക് രഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ നഗരവീഥികളിൽ നിറഞ്ഞുനിന്ന നൂറായിരക്കണക്കിന് രാജഭക്തരായ പ്രജകൾ അഭിഷേകകർമ്മം നടത്തുന്നതിനായി രാമനെ അഭിഷേകശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനാണ് മന്ത്രി പോകുന്നതെന്ന് പരസ്പരം അഭിപ്രായപ്പെടുന്നത് സുമന്ത്രരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആനന്ദപൂർണമായ പ്രതീക്ഷയിൽ അവരുടെ മുഖം വികസിച്ചിരുന്നത് അദ്ദേഹം കണ്ടു. അവർ കഴിഞ്ഞ രാത്രി കൺപോള കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങിപ്പോയാൽ തങ്ങൾക്ക് ആനന്ദത്തിനാസ്പദമായ വല്ല സംഭവങ്ങളോ മറ്റു രംഗങ്ങളോ കാണാൻ സാധിച്ചില്ലെങ്കിലോ. സുമന്ത്ര രാജകുമാരന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. ആ 7 നില മാളികയുടെ ഏതുഭാഗത്തേക്കും ചോദിക്കാതെ ചെല്ലാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. വെള്ളപ്പൊക്കമുള്ള നദിയിലെ ആഴങ്ങളിലേക്ക് നിശബ്ദമായി മുങ്ങിസഞ്ചരിക്കുന്ന മത്സ്യത്തെപ്പോലെ സുമന്ത്ര കൊട്ടാരത്തിലെ ഇടനാഴികളിലും ഹാളുകളിലും നിശബ്ദമായി നീങ്ങി. 11 ലക്ഷ്മണോപദേശം. രാജധാനിയിൽ രാമന്റെ സവാക്കൾ അതിയായ ആഹ്ലാദത്തോടും സന്തോഷത്തോടും മനോഹരമായ വസ്ത്രങ്ങളണിഞ്ഞ് പ്രസന്നമുഖവുമായി ആഘോഷശാലയിലേക്ക് രാമനെ അനുഗമിക്കാൻ തയ്യാറായി കാത്തിരിക്കുകയായിരുന്നു. കൊട്ടാരത്തിലെ അന്തർഗൃഹത്തിലേക്ക് സുമന്ത്ര ചെന്നു. അവിടെ രാമൻ കനകക്കട്ടിലിരിക്കുന്നു. ആ കളേബരത്തിനു ചുറ്റും ദിവ്യപ്രകാശം പ്രസരിച്ചിരുന്നു. സീത മന്ദം വീശിക്കൊണ്ട് രാമന്റെ അടുത്തു നിന്നിരുന്നു. ചിത്രനക്ഷത്രത്തോടുകൂടിയ ചന്ദ്രനെപ്പോലെ രാമൻ ശോഭിച്ചു. സുമന്ത്രർ വലിയ തിടുക്കത്തിലായിരുന്നു. അദ്ദേഹത്തിന് കാലവിളംബം സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, രാമ, കൈകേയി മാതാവും അങ്ങയുടെ പിതാവും അങ്ങയെ ക്ഷണം രാജ്ഞിയുടെ കൊട്ടാരത്തേക്ക് കൂട്ടിക്കൊണ്ടുചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ കൃത്യം നിർവഹിക്കാനാണ് എന്നെ ഇവിടെ അയച്ചിട്ടുള്ളത്. വേഗം എഴുന്നള്ളിയാലും. രാമൻ തിരിഞ്ഞുനിന്നു പറഞ്ഞു, സീതേ, ഇത് ഏതോ പ്രതിബന്ധത്തിന്റെ ലക്ഷണമാണ്. മറ്റൊന്നുമല്ല. ഞാനിതറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ നിശബ്ദനായി നിന്ന് എല്ലാറ്റിനും സമ്മതം മൂളി അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം. അച്ഛന്റെ കൽപ്പനകൾ ആദരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേദനിക്കും. രാമനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സുമന്ത്രരുടെ ഉള്ളിൽ വിവിധ ചിന്തകൾ ഉയരുകയായിരുന്നു. രാമന്റെ വാക്കുകളും വെറും നിലത്ത് വിലപിച്ചുകൊണ്ടു കിടന്നിരുന്ന ദശരഥന്റെ ചിത്രവും വ്യാഖ്യാനിക്കുവാന് ശ്രമിക്കുകയായിരുന്നു. രാമൻ സംസാരിച്ചു സൂചിപ്പിച്ച തടസ്സം സത്യമായിരിക്കണമെന്ന് അദ്ദേഹത്തിനിപ്പോൾ ബോധ്യമായി. സുഖദുഃഖങ്ങൾക്കതീതനായ രാമൻ എന്നാൽ സീതാരാമനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നാഥ, ഇങ്ങനെ സംസാരിക്കരുത്. ഈ ശുഭസമയത്തിങ്ങനെ സംസാരിക്കരുത്. പ്രതിബന്ധം എന്തായാലും ശ്വശുരന്റെ വാക്ക് ആദരിക്കണം. അദ്ദേഹം സംതൃപ്തനാണെങ്കിൽ നമ്മളും സംതൃപ്തരാകും. അദ്ദേഹത്തിനുവേണ്ടി നാം എന്തും ത്യജിക്കണം. ഒരു നിമിഷവും മടിച്ചും നിൽക്കരുത്. ക്ഷണം പോകൂ. അഭിഷേകം നടന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, നാം തുല്യനിലയിൽ സന്തുഷ്ടരാണ്. കൈകേയി മാതാവിന് അങ്ങയോട് അമിതമായ സ്നേഹവാത്സല്യങ്ങളുണ്ട്. നാം ചെയ്യണമെന്ന് അവർ നിർദ്ദേശിക്കുന്നതെന്തും അവർ നമുക്കു നൽകുന്ന ആജ്ഞകളെന്തും നമ്മുടെ നന്മയ്ക്കായിരിക്കുമെന്നത് സംശയാതീതമാണ്. കൈകേയി മാതാവിനെപ്പോലെ നമ്മുടെ ക്ഷേമത്തിനുവേണ്ടി ഉത്സുയായിട്ടുള്ള യാതൊരാളും ലോകത്തിലില്ല. അച്ഛനും അങ്ങനെയുള്ള അമ്മയും അവരുടെ അടുക്കലേക്ക് ക്ഷണം ചെല്ലണമെന്നറിയിച്ചാൽ നമ്മൾ എത്ര സന്തുഷ്ടരായിരിക്കണം. ഇതു പറഞ്ഞുകൊണ്ട് സീത ആ തലത്തിന്റെ പ്രധാന വാതിൽ വരെ രാമനെ അനുഗമിച്ചു. അദ്ദേഹത്തിന് നമ്മെ ആശംസിച്ചു. രാമൻ സീതയോട് പറഞ്ഞു, സീതേ, ഞാനിതെല്ലാം അറിയുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളും ഇപ്പോഴുള്ള ദിവസങ്ങളും ഇനി വരാനുള്ള ദിവസങ്ങളുമെല്ലാം ഒരുപോലെയാണ്. ഓരോ ദിവസത്തെയും ഞാൻ തികഞ്ഞ ആനന്ദത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ യശസ്സ് ഉയർത്തിപ്പിടിക്കാൻ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്റെ വികാരങ്ങളെ നീ പങ്കിടുന്നുവെന്നതിലും എന്റെ തീരുമാനം പിന്താങ്ങുന്നു എന്നതിലും ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. സുമന്ത്രരാൽ അനുഗതനായി രാമൻ പുറത്തേക്ക് നടന്നു. കൊട്ടാരത്തിന്റെ മുമ്പിൽ രാജപാതയിൽ നിർത്തിയിരുന്ന രഥത്തിൽ അവർ കയറിയപ്പോൾ ജനങ്ങൾ ജയ ശ്രീരാമചന്ദ്രപ്രഭു കീ ജയ എന്ന് ജയഘോഷം മുഴക്കി. ആ ശബ്ദഘോഷം ആകാശത്തിൽ പ്രതിധ്വനിച്ചു. സുമന്ത്ര ജനങ്ങളെ അറിയിച്ചു, ഇപ്പോൾ ഈ രഥം രാമനെ അഭിഷേകശാലയിൽ കൊണ്ടുപോകുന്നില്ല. ചക്രവർത്തിയുടെ സമീപം പോകുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ എത്രയും വേഗം പോകുകയാണു ഞങ്ങൾ.